തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കുറഞ്ഞതിന്റെ പേരിൽ മുന്നണി മാറില്ലെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി. പാലാ നഗരസഭയിൽ ജനവിധി മാനിക്കുന്നു, അതനുസരിച്ച് മുന്നോട്ട് പോകുമെന്നും ജോസ് കെ മാണി എം B24 പറഞ്ഞു. കേരള കോൺഗ്രസ് മാൻസാറും നിലപാടിൽ ഉറച്ചല്ലേ നിന്നിട്ടുള്ളൂ. എത്രയോ കയറ്റവും ഉയർച്ചയും താഴ്ചയൊക്കെ ഉണ്ടാകും. എപ്പോഴും ആ ഇഷ്യൂസും മുന്നണിക്കകത്തുണ്ടാകും, ഇഷ്യൂസ് മുന്നണിക്ക് പുറത്തുണ്ടാകും, ഇഷ്യൂസ് പൊതുവായിട്ടുണ്ടാകും. അവിടെ എല്ലാം നിലപാട് ഉറച്ചാണ് നിൽക്കുന്നത്. ഞാൻ അതുകൊണ്ട് ഒരിക്കലും ഒരു വിജയവും പരാജയമൊക്കെ പെട്ടെന്ന് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുക എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയത്തിന് അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിന് യോജിച്ചതല്ല. അതുകൊണ്ട് കേരള കോൺഗ്രസ് ആ ഉയർച്ചയിലും താഴ്ചയിലും വിജയത്തിലും പരാജയത്തിലും ഉറച്ച നിലപാടായിട്ട് പോകും. ഈ പാലാ നഗരസഭയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം കേരള കോൺഗ്രസിന് എമ്മിന് 2 ചിഹ്നത്തിൽ 10 സീറ്റ് കിട്ടി. അത് അതേപടിക്ക് ഈ പ്രാവശ്യമുണ്ട്. പക്ഷേ LDFന് നമുക്ക് ഇത് ഭരിക്കാനുള്ള മാൻഡേറ്റ് ഇല്ല. അപ്പോൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് കേരള കോൺഗ്രസ് മുന്നോട്ട് പോകും. ടോബി ജോൺസണുണ്ട് കോട്ടയത്ത് നിന്ന്. ടോബി, വിവരങ്ങൾ. ഉന്മേഷ്, ഈ തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ ചർച്ചയായിരുന്നു. കേരള കോൺഗ്രസിന് തിരിച്ചടി ഉണ്ടായി എന്നതടക്കമുള്ള കാര്യങ്ങൾ വലിയ വാർത്തയായിരുന്നു. എന്നാൽ കാര്യമായിട്ടുള്ള ഒരു തിരിച്ചടി ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു നിലപാട് തന്നെയാണ് ജോസ് കെ മാണിയും കൂട്ടരും. പാലാ നഗരസഭയിലടക്കം കഴിഞ്ഞ തവണ നേടിയ സീറ്റുകൾ ഉണ്ട് എന്ന് തന്നെ ഉറപ്പിച്ചു പറയുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്, ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ചില കോൺഗ്രസ് നേതാക്കൾ ഇവരെ കേരള കോൺഗ്രസിനെ UDFിലേക്ക് ക്ഷണിച്ചുകൊണ്ട് വീണ്ടും രംഗത്ത് വന്നു. അല്പസമയം മുമ്പ് മാണി സി കാപ്പൻ അടക്കം പറഞ്ഞത് പാലായുടെ കാര്യത്തിൽ മാത്രമേ ചെറിയ പ്രശ്നമുള്ളൂ, അല്ലാതെ കേരള കോൺഗ്രസ് എം വന്നാൽ ഇരു കൈ നീട്ടി UDFിലേക്ക് സ്വീകരിക്കുമെന്ന് മാണി സി കാപ്പൻ പോലും പറഞ്ഞു വെക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ജോസ് കെ മാണിയുടെ പ്രതികരണം തേടിയത്. എന്തായാലും നിലവിൽ അങ്ങനെ ഒരു ചിന്തയേ ഇല്ല എന്നുള്ള നിലപാടിൽ ജോസ് കെ മാണി ഉറച്ചു നിൽക്കുകയാണ്. വീണ്ടും അത്തരത്തിൽ ചരിത്രം പരിശോധിച്ചാൽ അറിയാം, കെ മാണിയുടെ കാലം മുതൽ തന്നെ നിലപാടുകൾ ഉറച്ചു നിന്നിട്ടുള്ള വ്യക്തിയാണ്. ഒരു തെരഞ്ഞെടുപ്പ് തോൽവി കൊണ്ട് ഒരു മുന്നണി മാറേണ്ട, അല്ലെങ്കിൽ ഒരു തിരിച്ചടി ഉണ്ടായെന്ന് പറഞ്ഞ് മുന്നണി മാറേണ്ട ഒരു അവസ്ഥയൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ആ നിലപാടിൽ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നു. അതിനെക്കുറിച്ച് ചർച്ചയില്ല എന്നുള്ള ഒരു കാര്യമാണ് ജോസ് കെ മാണി 24 പറഞ്ഞിരിക്കുന്നത്. ശരി ടോബി. ടോബി ജോൺസണാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.